വന്യജീവി ആക്രമണം മൂലം നിരവധിയായ പാവങ്ങൾ സാധാരണക്കാർ മരിക്കുന്നത് നിത്യസംഭവങ്ങളായി മാറുമ്പോൾ അവിടെ നിർവികാരനായി നിരുത്തരവാദപരമായി നോക്കി നിൽക്കുന്ന സർക്കാരുകൾ ഏറ്റവും വലിയ ജനവിരുദ്ധ സർക്കാരുകളാണ് എന്നുള്ള കാര്യം ഈ നാട് ഇന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ലാഘവത്തോടെയാണ് വനം വകുപ്പ് മന്ത്രി അതിന് മറുപടി പറയുന്നത് ഓരോന്നും. ഞാൻ നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങൾക്ക് അദ്ദേഹം തന്നെ മറുപടി കേൾക്കുകയാണ്. കാരണം എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മരിക്കുന്നവരുടെ. കാട്ടാന ആക്രമണത്തിൽ അല്ലെങ്കിൽ കടുവാക്രമണത്തിൽ മരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അദ്ദേഹം വേറൊരു ഭാഷയും കൂടെ പറഞ്ഞു. കാട്ടിനകത്ത് ചില ആളുകൾ കടന്നു കയറി ആക്രമണം നടത്തുകൊണ്ടാണ് മൃഗങ്ങൾ മുഴുവൻ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ സർക്കാരിന്റെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരുടെ ഈ മരണം സംഭവിക്കുന്ന അതിദാരുണമായിട്ടുള്ള കൊലപാതകം എന്ന് പറയുന്ന സംഭവിക്കുന്നതിന് ഈ സർക്കാരിന്റെ അടിസ്ഥാനപരമായ നിലപാട് എന്താണ്? അവിടെയാണ് ചോദ്യം. ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത സംഭവം ഉണ്ടാകാതിരിക്കാൻ എന്ത് മുൻകരുതലുകൾ ഈ സർക്കാർ എടുക്കുന്നുണ്ട്? ഇന്ന് ആധുനിക ശാസ്ത്ര സാങ്കേതിക AI വിദ്യ പോലും നടക്കുന്ന കാലഘട്ടത്തിൽ മൃഗങ്ങളുടെ സഞ്ചാരം മനസ്സിലാക്കാൻ റിമോട്ട് സെൻസിംഗ് പോലെയുള്ള ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാവുന്ന ഈ കാലഘട്ടത്തിൽ മൃഗങ്ങൾക്ക് കടന്നു പറ്റാത്തവണ്ണം അതിശക്തമായ ഫെൻസിംഗ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ എന്തിന് എണ്ണം പരിഗണനനുസരിച്ച് അവരുടെ ആവാസ കേന്ദ്രങ്ങളുടെ വിസ്തൃതി കൂട്ടുന്ന കാര്യത്തിൽ ഏത് കാര്യത്തിലാണ് ഈ ഗുരുതരമായ പ്രശ്നം പരിഹരിക്കാൻ ഏതു കാര്യത്തിലാണ് സഖാവ് പിണറായിയുടെ സർക്കാർ നടപടി സ്വീകരിച്ചത്? മിസ്റ്റർ മോദിയുടെ സർക്കാർ നടപടി സ്വീകരിച്ചത്? കൂടുതൽ ഉത്തരവാദിത്വം സംസ്ഥാനത്തിനാണല്ലോ. ഒന്ന് പറയാൻ ഒന്നിന് പിറകെ ഒന്നാലെ മനുഷ്യജീവനുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ, മരിച്ചു വീഴുമ്പോൾ ആ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ക്രിയാത്മകമായി പറയാൻ എന്ത് നടപടി സ്വീകരിച്ചു? അവർ പറയും വന്യജീവി സംരക്ഷണം. ഞങ്ങൾ ആരും വന്യജീവികൾക്കെതിരല്ല, വന്യജീവികൾക്ക് നമ്മൾ ആരും എതിരല്ല. പക്ഷെ വന്യജീവികളുടെ ജീവിതം മനുഷ്യജീവനേക്കാൾ വലുതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുമില്ല എന്ന് പറയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആർട്ടിക്കിൾ 21 മുകളിലല്ല. ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ആർട്ടിക്കിൾ 20 ഭരണഘടന പ്രദാനം ചെയ്യുന്ന ആർട്ടിക്കിൾ 21 മുകളിലല്ല നമ്മുടെ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആക്ട് എന്ന് പറയാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് കുറച്ച് കടന്നു പറയാനാണെങ്കിൽ ആ കടന്നു പറയാൻ കാലഘട്ടം വന്നിരിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആർട്ടിക്കിൾ 21 മനുഷ്യന് ജീവിക്കാനുള്ള അവകാശമാണ്. ആ ജീവിക്കാനുള്ള അവകാശം ഇവിടെ നഷ്ടപ്പെടുകയാണ്. നമ്മുടെ കാടിന്റെ ഈ പ്രദേശങ്ങളിൽ, മലയോര പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് ജീവിക്കാനുള്ള അവകാശം ഏത് നിമിഷവും തങ്ങളുടെ ജീവൻ അപഹരിക്കപ്പെടാവുന്ന അവസരം ഉണ്ടാകുന്നു. ഇത് തടയാനുള്ള ഉത്തരവാദിത്വം നിയമങ്ങളുടെ സാങ്കേതികത്വത്തിൽ പറഞ്ഞു പോകാൻ സർക്കാരുകൾക്ക് കഴിയില്ല. അതിനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തടയാനെടുക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ കാര്യങ്ങളൊക്കെ മാറി മറിയുന്നുണ്ട്. 1.25 വർഷം കഴിഞ്ഞ് 2026 അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾക്ക് ക്രിയാത്മകമായ നേതൃത്വം കൊടുക്കാൻ ഐക്യജനാധിപത്യമായി കേരളത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷെ അതുവരെ ഒരു വർഷം ഉണ്ടല്ലോ, അപ്പോഴും ജീവനം ഭരിക്കാൻ പാടില്ലല്ലോ. മിസ്റ്റർ പിണറായി, ആണത്വമുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ നേതാക്കന്മാരുടെ പാർട്ടികളെ എല്ലാം വിളിച്ച് ക്രിയാത്മകമായി ഈ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് ക്രിയാത്മകമായ നടപടി, മനുഷ്യജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടപടി എടുക്കാൻ തയ്യാറായാൽ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി സർക്കാർ ഇടപെടലിൽ നിൽക്കും.